നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറോ മലബാർ സഭ നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക കൂടിക്കാഴ്ച നടത്തി. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ വിഷയങ്ങളാണ് ചർച്ചയായതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സർക്കാർ തലത്തിൽ ലഭ്യമാക്കാവുന്ന സഹായങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബിജെപി എന്നും എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:30 പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സേവനനിരതനായി ഒപ്പമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് നിയമപരമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇത്തരം സംഭവങ്ങൾ സാമാന്യവൽക്കരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം മറുപടി നൽകി. സഭാ നേതൃത്വത്തിന് മറ്റു വിഷയങ്ങളിൽ വലിയ ആശങ്കകളില്ലെന്നും മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം കൂടി കൂടിക്കാഴ്ചയിൽ ഉയർന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നേതൃത്വം പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായി വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പ്രധാനമന്ത്രി മറ്റു സഭാ അധ്യക്ഷന്മാരുമായും മേലധ്യക്ഷന്മാരുമായും ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നതും വരും ദിവസങ്ങളിൽ അറിയാം. അതേസമയം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനായി ഈ മാസം 4, 5 തീയതികളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. 2025 ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കാണ് പേര് ചേർക്കാൻ അവസരമുള്ളതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. പ്രവാസികൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനായുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും. ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തുടർ നടപടി സ്വീകരിച്ച് സപ്ലിമെന്ററി പട്ടികകൾ നവംബർ 14 പ്രസിദ്ധീകരിക്കും. പ്രസിദ്ധീകരിക്കുന്ന പട്ടികയുടെ പകർപ്പുകൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയും ചെയ്യും. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനം ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്ത് 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് 15 സീറ്റിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. KS ശബരിനാഥൻ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനം അടുത്ത തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്.